ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ഗുരുവായൂർ പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഗുരുവായൂർ പോയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു ലാസ്റ്റ് ഗുരുവായൂർ പോയത്. പിന്നെ ഓരോ തവണ പോകുമ്പോഴും പോകണമെന്ന് വിചാരിക്കും, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാറില്ല. എന്തായാലും ഇത്തവണ അത് നടന്നു. ശരിക്കും ഞങ്ങൾ രാവിലെ തൊഴിലൊക്കെ കഴിഞ്ഞ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ റൂമിൽ വന്നിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അവിടുന്ന്. ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഓരോ കടകൾ കാണുമ്പോഴും ഈ പിള്ളേർ രണ്ടുപേരും വഴക്കുണ്ടാക്കും. ഇവർ വിചാരിച്ചിരിക്കുന്ന ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ വെച്ചേക്കുന്നതാണെന്നാണ്. അപ്പം ഓരോ കടകളിൽ നിന്ന് ഇവരെ വലിച്ചെടുത്തോളാം ഞങ്ങൾ തിരിച്ചു വരുന്നത് കേട്ടോ. ഇവർക്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാലും അടുത്ത കടയിൽ കയറുമ്പം അത് മാറ്റി വെച്ചിട്ട് അടുത്തത് വേണമെന്ന് പറയും. അങ്ങനെ വിചാരിക്കുന്ന എല്ലാം മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മേടിച്ചു കൊടുത്ത സാധനങ്ങളുടെയൊക്കെ വാല്യൂ ഇവരറിയാതെ പോകത്തില്ലേ? ഈ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ ഇവർ പറയുന്നതൊക്കെ മാക്സിമം മേടിച്ചു കൊടുക്കും. പണ്ട് നമുക്ക് കിട്ടുന്ന ടോയ്സൊക്കെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിച്ച് വെക്കില്ലായിരുന്നോ? പക്ഷേ ഈ പിള്ളേരൊക്കെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം ഇവർക്ക് ഇതിൻ്റെ ഒന്നും വാല്യൂ അറിയില്ല. ഇരിക്കുന്ന സെറ്റിയിലും കിടക്കുന്ന കട്ടിലും ഒക്കെ ഇവർ ടോയ്സ് വാരിയിട്ടിരിക്കും. എനിക്ക് സത്യത്തിൽ ദുബായിക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു കുഞ്ഞു ഉരുളി മേടിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കണി വെക്കാനായിട്ടേ ഈ സ്വർണ്ണ കളറിലുള്ള ഉരുളി അക്ഷയുണ്ടല്ലോ, സ്വർണ്ണ കളറിലുള്ള ഉരുളിക്ക് സ്വർണ്ണത്തെക്കാൾ വിലയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. പിന്നെ അടുത്ത ആഗ്രഹം ഒരു കുഞ്ഞുണ്ണിക്കണ്ണനെ മേടിക്കണം എന്നായിരുന്നു. അതെന്തായാലും ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ പറ്റിയ രീതിയിലുള്ള താഴെ വീണ പൊട്ടാത്ത കുഞ്ഞൊരമ്പാടിക്കണ്ണനെ ഞങ്ങൾ മേടിച്ചു കേട്ടോ. അങ്ങനെ 1-2 ചെറിയ സാധനങ്ങൾ മേടിച്ചു. കുട്ടികൾക്ക് 1-2 ടോയ്സ് ഒക്കെ മേടിച്ചു. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ശരിക്കും ഞങ്ങൾ രണ്ടാമത് പോയതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഗുരുവായൂർ നടയിൽ ഇങ്ങനെ ജഗണുത്ത പാട്ടൊക്കെ ഇട്ടൊന്ന് ഓടണമെന്ന്. പക്ഷേ ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ നടപ്പന്തലിലെല്ലാം വീഡിയോസ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം ഹോട്ടലിന് മുമ്പിൽ ഓടി തീർത്തു. തവണ ഞങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.